അപ്പോൾ ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും നമ്മൾ ചായയും വെള്ളവും ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ആ ചായയും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം സ്വസ്ഥമായിട്ട് നമ്മുടെ സീറ്റിലിരിക്കണം. ഏതാനും നിമിഷങ്ങളൊക്കെ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ അച്ഛൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മലങ്കര കത്തോലിക്കയിലെ വികാരി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് കൊട്ര ആലമുട്ടൽ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡോക്ടർ PG തോമസിനെ വളരെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക് ചർച്ച് വെളിയം അതിന്റെ വികാരി റവറൻ ഫാദർ ജോബിൻ കാമച്ചമ്പറമ്പിൽ അച്ഛനെയും വളരെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ ഈ നോട്ടീസിൽ പേര് കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ M ജോർജ് കുട്ടി, സെക്രട്ടറി ഷിജു അലക്സ്, ട്രഷറർ ശ്രീമതി ബീന ബാബു, രക്ഷാധികാരി ശ്രീ B ജേക്കബ്, എക്സിക്യൂട്ടീവ് അംഗം ശ്രീ PC ജെയിംസ്, ശ്രീമതി കുഞ്ഞമ്മ സാമുവൽ, ശ്രീ ജോൺ തോമസ്. കൂടി നമ്മുടെ യോഗം അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ അനുഗമിച്ചിടുമാവനുടെ ചുവടുകളെ. കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങി ഞങ്ങളെ കാത്തു പരിപാലിച്ചു ആരോഗ്യത്തോടെ പ്രഭാതം കണ്ട് ഉണരുവാൻ തന്ന കൃപയ്ക്കായി ദൈവത്തിനെ സ്തുതിക്കുന്നു, നന്ദി കരയിക്കുന്നു. കർത്താവെ, ഇത് കൊട്ര ആലമുട്ടൽ കുടുംബയോഗത്തിൻ്റെ 13ാമത് വാർഷിക യോഗമായാണ് നാം കൂടിയിരിക്കുന്നത്. കർത്താവെ, വിവിധ പരിപാടികളിൽ സംബന്ധിക്കുവാനായി എത്തിയിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം ശരിയാണെങ്കിൽ കഴിഞ്ഞതായ ക്രിസ്മസ് കരോൾ സർവീസ് തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സന്നിഹിതരായിരിക്കുന്ന വൈദിക സ്റ്റേഷൻ
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2011 കൊട്രയുടെ ദേശത്ത് കൊട്ര ആലുമുട്ടിൽ കുടുംബയോഗം എന്ന പേരിൽ നമ്മുടെ ഈ മഹത്തായ കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2024-25 ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഉന്നതിയിലേക്ക് ഈ കൊട്ര ആലുമുട്ടിൽ കുടുംബയോഗത്തെ എത്തിച്ച ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കട്ടെ. തീർച്ചയായും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനായി പ്രയത്നിച്ചവരും ഇതിനായി പോവുകയിൽ അദ്ദേഹമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ബഹുമാനപ്പെട്ട സാറിനോടൊപ്പം പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധ്യമായി തീർന്നു. തീർച്ചയായും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തെന്നാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഇതിന്റെ പിൻനിരയിൽ വന്നിരുന്ന ഒരു ആളായി എന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുകയും ആവശ്യമായ കൈത്താങ്ങലുകൾ നൽകുകയും ഇത്രത്തോളം കൊണ്ടെത്തിക്കുന്നതിൽ ബഹുമാനപ്പെട്ട സാറിന്റെ സ്വാധീനം വളരെ വലുതാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളും നേടിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് സാറിനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയും ഒപ്പം തന്നെ പൊന്നാട നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി നമ്മുടെ കുടുംബയോഗത്തിന്റെ രക്ഷാധികാരി ശ്രീ ജോർജ് സാറിനെ വാഴവിള ജോർജ് സാറിനെ ശ്രീമതി വത്സമ്മ തോമസിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തോട്ടെ. സാധിക്കുന്ന ഒരു വൈദ്യശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം കൊല്ലം വൈദിക ജില്ലയിൽ അച്ഛനെ പൊന്നാട നൽകി സ്വീകരിക്കുന്നതിനായി ശ്രീ കെ രാജു വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെ കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ പൊന്നാട നൽകി സ്വീകരിച്ചിരിക്കുന്നു. പലപ്പോഴും എന്റെ അഭാവത്തിൽ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നോക്കി ചെയ്തത് ബഹുമാനപ്പെട്ട കെ രായ്ചാനാണ്. രായ്ചാനെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട PC ജെയിംസ് സാറാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മളെ വിട്ടുപിടിച്ച ആലുമുട്ടിൽ കുടുംബയോഗത്തിലെ 26 അംഗങ്ങളും ആ 26 അംഗങ്ങളോടും ആദര സൂചന അറിയിച്ചുകൊണ്ട് ഒരു നിമിഷം അതിന്റെ പേര് റിപ്പോർട്ടിലുണ്ട്. നമ്മൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനമായി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളെ വിട്ട് പോയിട്ട് ഏകദേശം 5 മാസത്തെ ആകുന്നുള്ളൂ. നമ്മുടെ ഈ നേട്ടത്തിന്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നമുണ്ട്. നമ്മൾ സുഖമായിട്ട് നമ്മൾ ഇരിക്കുന്നവർ ഈ ബിൽഡിംഗ് അതുപോലെ എല്ലാം ഏറ്റെടുത്ത് തോമസ് മെമ്പറാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അവസാനമായി ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണുന്നത് ഈ ഷെഡിന് ഈ ഇരുമ്പ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തോട് കുത്തുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു അവസരത്തിലൊക്കെ ഓർക്കാതിരിക്കുവാൻ കഴിയില്ല. എല്ലാവരും കുടുംബയോഗത്തിന് പ്രിയപ്പെട്ടവരാണ്. മരിച്ചുപോയവരെല്ലാം നമുക്ക് നഷ്ടമാണ്. എന്നാൽ
അനുഷ്ഠനായ തോമസ് മകളുടെ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനും വളരെ നഷ്ടമാണ്. അത് ഞാൻ സാവകാശം പറഞ്ഞുള്ള ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഞാൻ പറയുന്ന സമയത്ത് എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും 4-5 പേരുടെ പേര് ഒന്ന് പറയാതെ ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ ആലിമുട്ടിൽ വാഴയുള്ള വീട്ടിൽ ജനിച്ച ദിവ്യശ്രീ ഗീവർഗീസ് യാക്കൂബ് കത്തനാൽ ചാത്തന്നൂർ ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പട്ടക്കാരനായി സേവനം അനുഷ്ഠിച്ചതിനു ശേഷം 1867 മുതൽ 1872 വരെ പുയപ്പള്ളി മർത്തോവ പള്ളിയുടെ ഇടവക വികാരിയായി സേവനം അനുഷ്ഠിച്ചു. പുയപ്പള്ളി പള്ളിയുടെ പള്ളി സ്ഥാപിക്കുന്നതിനും അതിന്റെ ആദ്യത്തെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചതിൽ കൊട്ടാരമുണ്ട് കുടുംബയാത്ര അതിയായ സന്തോഷമുണ്ട്. 1810 ജനിച്ച അദ്ദേഹം 1872 നിര്യാതനായി. ദിവ്യശ്രീ KM ജേക്കബ് കശീശ കൊട്ര ചെറുകരക്കുന്നിൽ വിശ്വവിഖ്യാതനായ KM ജേക്കബ് കശീശ മർത്തോവ സഭയിൽ അംഗീകരിക്കപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. പുയപ്പള്ളി കൊട്ര തുടങ്ങിയ ധ്യാനയോഗവും നടന്നത് 2024 ഏപ്രിൽ മാസം 6-ാം തീയതി വൈകിട്ട് 3 മണിക്കാണ്. അത് കുടുംബയോഗ ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് ജി തോമസ് കോയിലിന്റെ അധ്യക്ഷതയിലാണ്. യോഗം റവറൻഡ് ഡോക്ടർ നമ്മുടെ ഈ വാർഷിക പൊതുയോഗം എല്ലാം ഒരു 12:30 അവസാനിപ്പിക്കണം. അതിനായിട്ട് ഏവരും ശ്രദ്ധിക്കണമേ എന്ന് വിനീതമായി അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട M. ജോണച്ചനെ ക്ഷണിക്കുമ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ ഈ ഉദ്യമം ഏറ്റെടുത്തത്. ഇന്നലെ ഞാൻ അച്ഛനെ കാണുമ്പോൾ അച്ഛൻ പറയും, എനിക്ക് അവിടെ സേവിക സംഘത്തിന്റെ മത്സരം നടക്കുകയാണ്, തോമാച്ചൻ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു 10:30 ഞാൻ വരും, 11 മണിക്ക് അച്ഛൻ പോകും, 11 മണി. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കുന്നപ്പോൾ ബഹുമാനപ്പെട്ട M. ജോണച്ചനെ വളരെ ആദരവോടെ ഞാൻ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് പാഠം വായിക്കും, തുടർന്ന് അച്ഛൻ്റെ മുഖ്യ പ്രഭാഷണം നമുക്ക് കേൾക്കാം. പാഠം വായനയ്ക്കായിട്ട് ശ്രീമതി സുജ ജോൺസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സുവിശേഷം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ജനം എല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേവരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, ഇന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. നമ്മുടെ ഒരുമിച്ചുള്ള കൂടിവരവാണ്. എന്തിനാണ് കൂടി വരുന്നത്? കൂടി വരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കൂടി വരുന്നതിന്റെ ഉദ്ദേശം ഒന്ന്, ഇതൊരു സെലിബ്രേഷനാണ്. കൂടി വരുന്ന സന്തോഷത്തിന്റെ ആഘോഷമാണ്. നമ്മൾ കൂടി വരുന്നത് കൊണ്ട് നമുക്ക് ചിലർക്കൊക്കെ സന്തോഷം കാണും. ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് കരഗതമായതുകൊണ്ട് സന്തോഷം കാണും. എന്നാൽ സന്തോഷിക്കാത്ത പലരും നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ കുടുംബയോഗത്തിൽ ഉൾപ്പെട്ട പലർക്കും സന്തോഷിക്കാൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. അവരുടെ സങ്കടങ്ങളെ മറന്ന് ഒരുമിച്ച് ഒരു സെലിബ്രേഷന്റെ മൂഡിലേക്ക്, ഒരു ആഘോഷത്തിന്റെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് പങ്കു ചേർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുടുംബയോഗം കൂടുന്നത്. അപ്പം കുടുംബയോഗം സെലിബ്രേഷനായിട്ട് മാറണം. സെലിബ്രേഷൻ ചിലപ്പോഴൊക്കെ നമ്മൾ കുടുംബയോഗം കൂടിയിട്ടും നമ്മൾ ഈ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നവർ മാത്രം സന്തോഷിച്ച് അടിച്ചു പൊളിഞ്ഞ് പിരിയും, ഇല്ലേ? ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിക്കൂ. അതിനുള്ള സമയം കിട്ടത്തില്ല, 12 മണി വരെ ഉള്ളൂ. ഇത് സമയം കിട്ടത്തില്ല. അല്ല, അങ്ങനെ സമയം കിട്ടുമ്പോൾ ചെയ്യൂ, നടക്കാറില്ല, ഇല്ലേ? ഒരുമാതിരി ഹൈ ലെവലിലോട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിൽ കുശലം പറഞ്ഞ് സാധാരണ പോകും. എന്നാൽ അത്രയും ഹൈ ലെവൽ അല്ല, ഇച്ചിരിയുടെ താഴത്തെ ലെവലാണെങ്കിൽ അവരെ അടുത്തോട്ട് വന്നാൽ പോലും നമ്മൾ തിരിച്ച് പോകും.
അപ്പം അവർക്ക് സന്തോഷമുണ്ടോ? നമ്മൾ സന്തോഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് നമ്മുടെ ഗ്രൂപ്പ് സന്തോഷിക്കും. ഞാൻ എൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള. അപ്പൊ അതുകൊണ്ട് കുടുംബ യോഗങ്ങളുടെ ഇടയിൽ ചെറിയ കുടുംബങ്ങളുണ്ട്. അതില്ലാതെ ആക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഉൾപ്പെട്ട ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും സെലിബ്രേഷന്റെ ഭാഗമായി തീരാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ യോഗം വിളിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ, ഏറ്റവും സാമ്പത്തിക ഭദ്രതയിൽ താഴെ നിൽക്കുന്ന അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളുണ്ടെങ്കിൽ ആ ആളിനെ നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ ചെന്ന് തോളത്ത് തൊട്ട് സംസാരിക്കുമ്പോൾ, ഞാനിത് പറയുന്നതിന് അനുഭവങ്ങളിൽ നിന്നുകൂടെ ഞാൻ പറയുന്നത്, എനിക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷമുണ്ട്. ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി കാലം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഞങ്ങൾ അച്ഛന്മാരെല്ലാം നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ തിരുമേനി വന്ന് എൻ്റെ തോളത്തൊന്ന് തട്ടി. എന്തൊരു അഭിമാനം, എന്തൊരു സന്തോഷം. ഉഗ്രപ്രതാപിയായ ജോസഫ് മാർത്തോമാ ദൂരത്ത് നിന്നെ കാണാനൊക്കത്തുള്ളൂ, ഇപ്പോഴോട്ട് പോകാറില്ല. അത് വേറൊരു വിഷയം എൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, നമ്മുടെ സമൂഹത്തിലെ ഈ പറയപ്പെടുന്ന ജോസഫ് മാർത്തോമായുടെ ലെവലിലുള്ള ആളുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആള് ഈ പറഞ്ഞ ഒരാളിൻ്റെ തോളത്ത് നിന്ന് ഒന്ന് പിടിച്ച് അവനോടൊപ്പം ഒന്ന് നിന്ന് ഒരു വാക്ക് പറയുമ്പോഴുണ്ടാകുന്ന ആ സെലിബ്രേഷൻ, ഉള്ളിൻ്റെ സന്തോഷം, ആഘോഷം, അത് സാധ്യമായി തീരേണ്ട ഇടമാണ് കുടുംബയോഗം. ചിലപ്പം ആൾ കുടിയനായിരിക്കാം, നമ്മുടെ ലിസ്റ്റിൽ പെടുത്താൻ ഒക്കാത്ത ആളായിരിക്കാം. പക്ഷേ ആ ആൾ ഉള്ളുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, ഞാനും ഇതിൻ്റെ ഭാഗമല്ലേ, എന്നെ മൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന്, ഇതൊരു ഗെറ്റ് ടുഗദർ ആയിത്തീരണം. ഗെറ്റ് ടുഗദറിൽ ഈ സെലിബ്രേഷൻ ഉണ്ടാകണം. ആ ഗെറ്റ് ടുഗദറിൽ മറ്റൊരു കാര്യം കൂടി സാധ്യമായി തീരണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബയോഗം കൂടുമ്പോൾ എന്താണ് നമ്മുടെ ഈത്തോസ്, എന്താണ് നമ്മുടെ പാരമ്പര്യം, എന്താണ് നമ്മുടെ ദൈവികത, എന്താണ് ശരിയായിട്ടുള്ള ധാർമ്മികത, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇടമാണ് കുടുംബയോഗം. മൂല്യങ്ങൾ മറന്നു പോകുന്ന ഒരു തലമുറയിൽ മൂല്യങ്ങളെ സുസ്ഥിരമാക്കുന്ന, പഠിപ്പിക്കുന്ന, അവരെ മൂല്യങ്ങളിൽ വളർത്തിയെടുക്കുന്ന ഇടമായി നമ്മുടെ കുടുംബയോഗങ്ങൾ രൂപാന്തരപ്പെടണം. അതിനെവിടെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ടോ? മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇന്നൊരു കുളിരും രാവിൻ സംഗീതം, മനമിതിലൊരു കുളിര് പകർന്നൊരു സംഗീതം, വയലേലകൾ നിറകത് ചൂടും ധരണിയിലൊഴുകും സംഗീതം, അകതാരിൽ അഴകു നിറയ്ക്കും സംഗീതം, നീലനിലാവിൽ ശീതളരാൽ മാനവനായൊരു ദേവകുമാരനെ വാഴ്ത്തിപ്പാടും മോഹന സംഗീതം, ആരാവിൻ ഗീതം നാമം പാടിടാം, ആഹാവിന്നിൽ നിന്നും മണ്ണിൽ വന്നൊരു മന്നവരെ വാഴ്ത്താം, ഇത് മാനവനാഥൻ പശുനാഥൻ സുദിനം, ആഹാ മണ്ണും പെണ്ണും വാഴും നാഥൻ കാഴ്ചകളെ കീടാം, ഇത് മാനവനായകൻ ഈശോതൻ ജനനം, ഇതിൽ ഓടിയ താഴ് ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. മെത്രാലൊരു കുടുംബയോഗത്തിന്റെ 13ാമത്തെ വാർഷിക പൊതുയോഗവും കുടുംബ സംഘവുമാണല്ലോ ഇന്ന് നടക്കുന്നത്. അതിലേക്ക് എന്നെ ഹാർദവമായി ക്ഷണിച്ചതിൽ ഞാൻ അതിയായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഈ പ്രസംഗങ്ങൾ, ആശംസകളെല്ലാം അർപ്പിക്കാനുണ്ട്. എനിക്ക് അത്യാവശ്യമായി പോകുന്നത് ആളോ പേരും കല്യാണം കൊണ്ടുതന്നെ പോയേ പറ്റും. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഈ ആശംസകളും പ്രശ്നങ്ങളും നമ്മുടെ അർപ്പിക്കാൻ ധാരാളം പേരുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഓരോമറ്റ മഹാകുടുംബയോഗത്തിന്റെ കൺവീനറായിരിക്കുന്ന റീജിയണൽ ചെയർമാൻ ആയിരിക്കുന്ന പകലോമറ്റ് മഹാകുടുംബയോഗത്തിന്റെ റീജിയണൽ ചെയർമാൻ ആയിരിക്കുന്ന കുണ്ടറ ശാഖയുടെ റീജിയണൽ ചെയർമാൻ ആയിരിക്കുന്ന റെവറൻഡ് ഫാദർ ഡോക്ടർ തോംസൺ
2022 പ്രവേശിച്ചു. അതിന് നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു. ഈ ഒരു വർഷക്കാലം ദൈവത്തിനാണ് നടത്തട്ടെ. അതിനുവേണ്ടി എല്ലാ ദൈവങ്ങളോടും യാത്രയാണ്. പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കുവാൻ നമ്മെ എപ്പോഴും ഒത്തൊരുമിച്ച് കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നാം എത്ര ഉയരങ്ങളെത്തിയാലും തമ്പുരാന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ സ്ഥാനത്തായിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മുടെ എല്ലാവരും ഇടയാകട്ടെ. നമുക്ക് ഈ തന്ന അനുഗ്രഹങ്ങളും ദൈവകൃപയോടൊന്നും നമ്മൾ സ്വയമായി നേടിയതല്ല. ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി തന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ നമുക്ക് നമ്മളോട് കരുണ കാണിച്ചതിന്റെ ഫലമായിട്ട് ദൈവം തമ്പുരാൻ നമ്മളാണ്. ഇതൊന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശരായി അവരുടെ മുകളിൽ എത്തിച്ചു പോയില്ല. അപ്രകാരം പോകിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം തമ്പുരാൻ ഇനിയുള്ള കാലം, ശേഷിക്കുന്ന കാലം, അല്പകാലം നമ്മുടെ ലോകത്തായിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കാൻ നാം ഓരോരുത്തരും കുടുംബമായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ സഹോദര സ്നേഹം എന്തെന്ന് നമ്മൾ ഈ കുടുംബ യോഗത്തിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടുമ്പോൾ എല്ലാവരുമായിട്ടൊന്നും അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ടൊന്നും എപ്പോഴും നമുക്ക് വേണ്ടിയെന്നോ പറഞ്ഞോ ഒന്നും സാധിച്ചെന്ന് വരില്ല. എന്നാലും കിട്ടുന്ന സാഹചര്യങ്ങളിൽ ദൈവസ്നേഹം പരസ്പരം പങ്കിടുവാൻ നമുക്ക് ഓരോരുത്തരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളും സമ്പത്തുമെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നമ്മൾ ഓരോരുത്തരും പോകണം. അതിനുള്ള കൃപകൾ ദൈവത്തിനുപരാൻ നമുക്ക് ഉപകാരങ്ങളിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ സഹോദരികളുമായ എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് താങ്ക്സ് ടു ശ്രീമതി കുഞ്ഞമ്മ സാമുവൽ. നമ്മുടെ ആലപ്പുഴ കുടുംബയോഗത്തിൽ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ വിശിഷ്ട അതിഥികളവിടെ എത്തിയ റവറൻ ജയമൻ ഡോണച്ചൻ, അതുപോലെ റവറൻ ഫാദർ റോബിൻ ജോസ് അച്ഛൻ, റവറൻ ഫാദർ ഡോക്ടർ തോമസൺ ഗ്രേസ് മുളമൂട്ടിൽ. ഞാനത് ആ പേര് പറയുമ്പോൾ എനിക്ക് കാര്യങ്ങൾ പറയണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞുകൊള്ളാം സമയത്തുകൊണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഡോക്ടർ ആലമുട്ടിൽ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളെ, കുടുംബാംഗങ്ങളെ, അപ്പോൾ സമയം കൂടുതലെടുക്കാൻ ഒക്കെ ഇല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ ആ കുടുംബചരിത്ര പുസ്തകത്തിൻ്റെ ഏതാനും വിവരങ്ങൾ പറയാം. അപ്പോൾ അത് നമ്മൾ 2014 കുടുംബചരിത്ര പുസ്തകത്തിൻ്റെ 1ാം ഭാഗം നമ്മൾ പ്രസിദ്ധീകരിച്ചു. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ചെന്ന് അവരുടെ അംഗങ്ങളുടെ വിവരങ്ങൾ, അവരുടെ പൂർവീക കഥകൾ, കാര്യങ്ങളെല്ലാം ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ കഥകൾ അറിയാവുന്നവരെയൊക്കെ ചുരുക്കമാണ്. തലമുറ കഴിയുമ്പോഴൊന്നും അവർക്ക് അറിയത്തില്ല. അതെല്ലാം ഞങ്ങൾ പിന്നെ അന്ന് 90 വയസ്സ് 95 വയസ്സൊക്കെ ഉള്ള അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയൊക്കെ അടുത്ത് ചെന്നിരുന്നാണ് ഈ വിവരങ്ങൾ കളക്ട് ചെയ്ത് ഒരു പുസ്തകം ഉണ്ടാക്കി. അപ്പോൾ അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അന്ന് ചീഫ് എഡിറ്ററായിട്ട് റോയി എന്നായിരുന്നു. ഞങ്ങൾ കുറച്ചുപേരെ എൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ശ്രീ DC ജോർജ്, അതുപോലെ തന്നെ ശ്രീ G ജേക്കബ്, അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യ നടത്തുന്ന സാമുവൽ, ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു. ദിവസവും കൊട്ടാരക്കര പ്രസിൽ പോയി ഇതിൻ്റെ വിവരങ്ങൾ പ്രൂഫെല്ലാം നോക്കിയാണ് അന്ന് ആ പുസ്തകം ഇറക്കിയത്. ഇപ്പോൾ നമ്മൾ അടുത്ത പുസ്തകം തയ്യാറാക്കുന്നതിന് ചീഫ് എഡിറ്ററായിട്ട് എടുത്തിരിക്കുന്ന ഷിജു കെ അലക്സിനെയാണ്. ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഇത് ബോധ്യമുള്ളതായിരിക്കും. വളരെ കുറച്ച് സമയമാണ് കിട്ടിയത്. എന്നിരുന്നാലും ഈ ദിവസങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ട്. ഓരോ വീടുകളിൽ ചെന്ന് 2014 ശേഷമുള്ള അംഗങ്ങളുടെ മൊത്തം അംഗങ്ങളുടെയും പേരുവിവരങ്ങൾ, കിട്ടാവുന്ന ഫോട്ടോകൾ, ഇതെല്ലാം കളക്ട് ചെയ്താണ് ഇത് ചെയ്തത്. അപ്പോൾ യഥാസമയം പലരുടെയും ഇത് കിട്ടിയിട്ടില്ല. എന്നാലും വീടുകളിൽ ചെന്നിരുന്ന് അവരുടെ പേരുവിവരങ്ങൾ ഫോമിനകത്ത് എഴുതിയാണ് ഈ ഷീറ്റ് ഇതെല്ലാം തയ്യാറാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പ്രസിൽ കൊടുത്തു. നല്ല രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്തു പ്രസ്സുകാർ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൂഫ് നോക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പേര്, ഞാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡൻറ്റ്, ഞങ്ങളാൽ കഴിയുന്ന ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി. എന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഷിജുവാണ്. പല ദിവസങ്ങളിലും രാത്രി 11 മണി വരെ അവിടെ പ്രസിലിരുന്നാണ് ഇതിൻ്റെ പ്രൂഫെല്ലാം നോക്കി കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പ്രസിഡൻ്റെ ഭാര്യയും കൂടെ ഒത്തുനോക്കി ഇതെടുക്കും. ഞാനും അതുപോലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനും വൈഫ് അല്ലെങ്കിൽ മോനിവിടെ ഉണ്ടായിരുന്നു. അന്ന് കുറേയൊക്കെ നോക്കിയാൽ കൊടുത്തു.
എന്നിരുന്നാലും ഞാൻ പറയാവുന്ന കാര്യം, ഈ പുസ്തകത്തിൽ ചിലപ്പോൾ ചില അക്ഷരത്തെറ്റുകളും ചില എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കണമേ എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. കാരണം തെറ്റുകൾ വരാം, ചിലപ്പോൾ ചില അക്ഷരത്തെറ്റുകൾ വരാം, ചിലപ്പോൾ ഫോട്ടോകളിൽ അങ്ങോട്ട് കഴിവതും അത് വരാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബയോഗം ഡയറക്ടറിയുടെ ആ ക്രമത്തിലാണ് ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ഡയറക്ടറിയിൽ എന്ന് പറയുമ്പോൾ അതും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡയറക്ടറിക്ക് ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തിൽ അവരുടെ കഥകൾ അല്ലെങ്കിൽ ചരിത്രം ഏത് പേജാണ് അതും കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് അത് റെഫർ ചെയ്യും. അങ്ങനെ കൊടുത്തിട്ട് അതിൽ കുറേ പേരുടെ ഇപ്പോൾ 101, 102, 103 ആ ക്രമത്തിൽ എടുക്കുമ്പോൾ 101 കഴിയുമ്പോൾ ചിലപ്പോൾ 2 കാണത്തില്ല. കാരണം അവരുടെ ഫോൺ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളതുകൊണ്ട് അതിപ്പോൾ അവരുടെ കുറ്റമല്ല, അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ വിദൂര ദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് അത് ചിലപ്പം തരാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ ചില പോരായ്മകൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനകത്തുള്ള എല്ലാ കുറവുകളും നമ്മൾ ക്ഷമിച്ച് ഇപ്പോൾ 10 വർഷമായി ഇതൊക്കെ പുറത്തിറക്കുന്നത് വലിയൊരു സാഹസമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ പ്രകാശനത്തിനായിട്ട് എത്തിയിരിക്കുന്നത് തോമസ് ഗ്രേസ് അച്ഛനാണ്. അച്ഛൻ എൻ്റെ സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറിയിലെ ഗണിത അധ്യാപകനായിരുന്നു. അച്ഛനും പെൻഷനായി. ഓർത്തഡോക്സ് സഭയിലെ ഒരു വികാരിയാണ്. അത് മാത്രമല്ല, അച്ഛൻ പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ നമ്മുടെ കൊട്ടയുണ്ട്, ബെന്നി ജോലിയുണ്ട്, പിന്നെ അതുപോലെ രഞ്ജിത്തുണ്ട്, രഞ്ജിത്ത് ജോൺ, അതുപോലെ ഇവിടെ രാജീവ്. അപ്പോൾ ഇവരെല്ലാം കണക്ക് പഠിപ്പിച്ച അധ്യാപകരും കൂടെ. അപ്പോൾ ഇവിടുന്ന് പല കുട്ടികളും അവിടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഏതായാലും അച്ഛനെ ഈ കാര്യത്തിൽ കിട്ടിയത് നമുക്ക് വലിയ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പഴയമറ്റ മഹാഉപയോഗത്തിൻ്റെ റീജിയണൽ ചെയർമാൻ. അപ്പോൾ അതിനകത്താണ് അംഗത്വം എടുക്കുന്നതിന് അച്ഛൻ്റെയൊക്കെ സഹായം വേണ്ടി വന്നു. നമ്മൾ 143 റിപ്പോർട്ട് പറഞ്ഞ പോലെ 143 അംഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വരുന്ന അവരുടെ ചരിത്രങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും കടപിടിക്കും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ അധികം സംസാരിക്കാനുള്ള സമയം കിട്ടത്തില്ല. ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഒരിക്കൽ കൂടി പറയുന്നത്, പല കക്ഷികളിൽ ചിലവ് വരാം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകാശനാച്ചൻ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ചടങ്ങുകൾ കഴിഞ്ഞ് ഫുഡുമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരെങ്കിലും കുറച്ച് പേര് കാണും. ഇന്ന് കൊണ്ടുപോകേണ്ടവർക്ക് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് പുസ്തകം കൊണ്ടുപോകാം. പക്ഷേ അതിന് മുമ്പായിട്ട് ദയവ് ചെയ്ത് ചോദിക്കരുത്. കാരണം അപ്പോഴത്തെ നമ്മുടെ മറ്റു പരിപാടികളെല്ലാം അലങ്കോലാകും. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പ്രകാശനം കഴിഞ്ഞ് നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അല്ലാത്ത ഇന്ന് വായിക്കാത്തവരെ തീർച്ചയായിട്ടും വീടുകളിൽ എത്തിക്കും. അത് മാത്രമല്ല, ഫോട്ടോ ഓരോന്നും കൊടുത്തിട്ടുള്ളവർ, സ്പോൺസർ ചെയ്തിട്ടുള്ളവരൊക്കെ ഓരോ കോപ്പി ഇവിടെ അധികം കൊടുക്കും. കാരണം ഓരോ കുടുംബത്തിനും ഓരോന്നും. അതുകൂടാതെ ഫോട്ടോ സ്പോൺസർ ചെയ്ത് നമ്മളെ സഹായിച്ച അവർക്ക്, കാരണം കുടുംബയോഗത്തിൻ്റെ പൈസ എടുക്കാതെ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ആളുകൾ ഫോട്ടോ കൊടുത്തപ്പോൾ അതിൻ്റെ പൈസ കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അത് ഒരു ഭാഗത്ത് നമ്മൾ ഇത്രയും മനോഹരമായ ഓഫീസ് കെട്ടിടം, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് അത് പെയിൻറ്റ് ചെയ്തു, ഇന്റർലോക്ക് ഇട്ടു, കുറേയധികം സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഓരോന്നും പണിയുമ്പോൾ പൈസ കഴിക്കാമത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള സഹായ സഹകരണങ്ങളാണ് ഇത്രയും കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മളെ 2011 പോലെ ഞാൻ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം സഹകരിച്ച റോയിയുണ്ട്, ഈ തോമസ് മെമ്പർ നമ്മളോടൊപ്പം ഇല്ല. ഇവിടെ ഞാൻ ഉറപ്പാണ്. കാരണം ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ കെട്ടിടം പണിയുന്നതിൽ ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കുന്നതല്ലാതെ ജോലികളെല്ലാം കൃത്യസമയത്ത് ചെയ്ത് ഈ കെട്ടിടവും ഈ ഷീറ്റും എല്ലാം ഇടുന്നതിനും ജോലിക്കാരെ കൊണ്ടുവന്നതെല്ലാം ചെയ്ത തോമസാണ്. അത് ഞങ്ങൾ കിട്ടുന്ന വരയ്ക്ക് പൈസ കൊടുക്കുന്നതല്ലാതെ കൊടുക്കും കൃത്യം ഒരു പൈസ പോലും. പക്ഷേ ആദ്യം അഡ്വാൻസ് ചെയ്യുന്നത് പുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ തോമസിനോടുള്ള നന്ദി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം തോമസിൻ്റെ കാര്യം, ഞാൻ സജീവം വിളിക്കുന്ന ജി തോമസ്. അപ്പോൾ അതിന് എല്ലാവിധ നേരത്തെ ഇവിടെ വിശ്വനെ അറിയിച്ചു. എന്നാലും നമ്മളൊരു വാക്ക് പറയേണ്ട ആവശ്യമുണ്ട്. വേറെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ സമയക്കുറവുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള അവസരമാണ് അടുത്തത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ പി ജി തോമസ് അവർ, അതുപോലെ ഉദ്ഘാടന പ്രസംഗം കാണാൻ വെച്ചാൽ ചില സൗകര്യമായിരിക്കും. ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ ഞാനും കൂടെ വരണമെന്ന് ഈ കുടുംബയോഗക്കാർ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ്
ഈ സമയത്ത് എനിക്ക് ഇവിടെ വരുവാൻ പറ്റുവാൻ സാധിക്കും. രാവിലെ ഒരു ചാക്കാലേക്ക് പോയിട്ട് ഒരു അനുശോചനം പറഞ്ഞാണ് ഇവിടെ കുടുംബയോഗത്തിൻ്റെ പതാകയൊക്കെ ഇട്ടിട്ടാണ് വന്നത്. വിളിച്ചിട്ട് വണ്ടി കൊണ്ട് കയറ്റിയൊക്കെ വെച്ചിട്ട് ഒരുങ്ങിപ്പോയത് മുന്നേക്ക് 10 രൂപ നേരത്തെ വന്നത്. ഇപ്പൊ എന്തുതന്നെയായിരുന്നാലും ഇപ്പോൾ ഒരു ചരിത്ര പുസ്തകത്തിന്റെ 2ാമത്തെ പതിപ്പ് പ്രകാശനം നടക്കാൻ പോവുകയാണ്. ചരിത്ര പുസ്തകത്തിന്റെ 2ാമത്തെ പതിപ്പ് 1ാമത്തെ പതിപ്പിന്റെ ടാസ്ക് എന്തുവാണെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞതിന്റെ 10 മടങ്ങാണ് അതിന്റെ മെനക്കേട്. വാക്ക് പറയുമ്പോൾ അത് പെട്ടെന്ന് തീരും, പക്ഷെ ചെയ്യുമ്പോൾ അത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്നതിലും അധികമായ മെനക്കേടെന്നാണ് ഞാൻ ആ വാക്കിൽ ഉപയോഗിക്കും. ഇപ്പോൾ 2ാം പതിപ്പാകുമ്പോൾ ആദ്യത്തതിനെ തുടർന്ന് 2ാമത്തെ പതിപ്പാകുമ്പോൾ അതിനകത്തുള്ള വേഗവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പതിപ്പ് തുടങ്ങും എന്നുള്ള നിലയിൽ ചില കുറവുകളൊന്നും ആളുകൾ ക്ഷമിച്ചിരുന്നു. 2ാം പതിപ്പ് വരുമ്പോൾ കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് വലിയ പരാതി വിഷമം കൂടുതലാണ്. അത് പറയുന്നവർക്കും വിഷമമുണ്ട്, ചെയ്യുന്നവർക്ക് അതിലും വിഷമം. അപ്പോൾ ആവിധമായ കുറവുകൾ കഴിവതും വരാതെ കുടുംബ ചരിത്ര പുസ്തകത്തിന്റെ 2ാമത്തെ പതിപ്പ് പ്രകാശിപ്പിക്കുമെന്നൊക്കെ ഈ കുടുംബയോഗത്തിൽ ചുമതലപ്പെട്ടവർക്ക് സാധിച്ചതിൽ പ്രത്യേകമായി എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഞാൻ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാരണം ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവർ ഇന്ന് വരുവാൻ സാധിക്കാതെ പോയാലും എല്ലാം എവിടെയാണ്, ഈ കുടുംബത്തിലെ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സാധിക്കും. ബഹുമാനപ്പെട്ട എം ജോൺസൺ വളരെ വിസ്തരിച്ച് നമ്മളോട് കുടുംബയോഗത്തിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. വിശുദ്ധ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ വംശാവലിയെ കുറിച്ച് പറയുന്നു. ആദാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ വീണ്ടും 14 3 42 തലമുറ. ചിലർക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ചെക്കാലെ വീട്ടില് അച്ഛൻ കുഞ്ഞാന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ പറയാൻ നമ്മളാരും അറിയത്തില്ല. ചെക്കാലെ വീട്ടിലെ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളാരും അറിയത്തില്ല. മോനെ നീ എവിടുത്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ചെക്കാല വീട്ടിലെ രാജുവിന്റെ മകൻ അച്ഛൻ കുഞ്ഞാന്ന് പറയാൻ നമ്മളറിയാം. അപ്പൊ നമുക്കൊരു അഡ്രസ് വേണം, ഒരു ബയോഡേറ്റ നമുക്ക് വളരെ 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 അത്യാവശ്യം. ആ ബയോഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആധികാരികതയെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ഇവിടെ നിങ്ങൾ ഇതിൽ വിളിച്ച എളുപ്പത്തിലാണ് എന്തുകൊണ്ട് സാറേ, ഞാൻ ഇവിടെ തോമസ് തന്നെ വിളിക്കരുത്, എന്നെ വിളിക്കത്തില്ല. ഞാനിവിടെ നിൽക്കുന്നത് എനിക്കൊരു ആധികാരികതയാണ്. ഞാൻ ഈ കുടുംബയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന രീതിയിലുള്ള ഒരാളായതുകൊണ്ട് എന്നെ ക്ഷണിച്ചു, ഞാൻ വന്നു, സന്തോഷം. അപ്പൊ നമുക്കെല്ലാവർക്കും ഒരു അഡ്രസ് വേണം. ഒരു കുടുംബയോഗത്തിൽ അംഗമാകുമ്പോൾ ആ കുടുംബയോഗത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ കുടുംബയോഗത്തിൽ പലപ്പോഴും പലരും നമ്മൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഈ ഉയർന്നവരായിരിക്കണമെന്നില്ല, എല്ലാവരും താഴ്ന്നവരും ആയിരിക്കണമെന്നില്ല. കുടുംബയോഗത്തിന്റെ പർപ്പസ് തന്നെ എന്താണ്? താഴ്ന്നു നിൽക്കുന്നവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ കുടുംബയോഗം അത് തന്നെ ചെയ്തു. അപ്പോൾ ഈ കുടുംബയോഗത്തിൽ നമ്മളുടെ പ്രാധാന്യം ഒട്ടും കുറവല്ല. സമൂഹത്തിൽ ചാലകശക്തികളായി മാറുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. നമ്മൾക്ക് ലഭിക്കാതെ പോയ നല്ല അവസരങ്ങളെ ലഭിക്കുവാൻ തക്കവണ്ണം കുടുംബയോഗത്തിലൂടെ നമ്മൾ അവസരം കണ്ടെത്തും. അങ്ങനെ അവസരം കണ്ടെത്തി മെച്ചമുള്ള കുഞ്ഞുങ്ങളായി. നേരത്തെ അച്ഛൻ വളരെ വലിയൊരു സബ്ജക്റ്റ് തൊട്ട് പോയി, കുഞ്ഞുങ്ങളുടെ വളർച്ചയെ കുറിച്ച്. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ധാരാളം ഭവനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നവരൊക്കെ അല്ലെങ്കിൽ ഒത്തിരി ഭവനങ്ങൾ ഒരു ദിവസം കാണാൻ പറ്റുന്ന സാധനം. അത് പലതിൻ്റെയും മുൻവശം പൊച്ച പിടിച്ച് കരിഞ്ഞ് ആരുമില്ലാതെ നിൽക്കും. എന്ന് പറഞ്ഞാൽ വീടുകളിൽ താമസിക്കുവാൻ ഇവിടെ ആളില്ല, ആളുകളെല്ലാം മറ്റു സ്ഥലത്ത് പോയി അവിടെ താമസിക്കുകയാണ്. അതിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ റിസോഴ്സ് ഇല്ല, ഇവിടെ ആളുകൾ ജീവിക്കുന്നില്ലേ, ഇവിടെ ആളുകൾ ജോലി ചെയ്യുന്നില്ലേ, ഇവിടെ ജോലി ഇല്ലേ, ഇവിടെ താമസിക്കാൻ വീടില്ലേ? നമ്മൾ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നു. ദേശത്ത് പാർത്ത് വിശ്വസ്തതയായിരിക്കണം എന്ന് ദിവസം നമ്മൾ കഴിയുന്നു.
അതുകൊണ്ട് ഒരിക്കലും മറന്നുപോയി. അതുകൊണ്ട് നമ്മൾക്ക് ലഭിച്ച അവസരങ്ങളെ നമ്മുടെ പിൻതലമുറയ്ക്ക് നൽകുവാൻ തക്കവണ്ണം നമ്മൾ യാതൊരു കാരണവശാലും മുന്നോട്ട് കാണിക്കാൻ പാടില്ല. നമ്മുടെ പൂർവികർ അവർക്ക് ലഭിച്ച സൗകര്യങ്ങളെ, അവസരങ്ങളെ ഒട്ടും കൈമോശം വരുത്താതെ നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. നമ്മുടെ ശേഷമുള്ള തലമുറയ്ക്ക് അതിലധികമായി അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യുന്നത് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാതെ പോയാൽ അതിന്റെ ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് കഥാപ്രേ ഈ ഒരു വലിയ സംരംഭം ഈ കുടുംബയോഗത്തിലെ ചുമതലക്കാർ പ്ലാൻ ചെയ്ത് നിർവഹിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എന്റെ ഭാഗങ്ങളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നുകൂടി ഞാൻ ഓർക്കുകയാണ്. എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഈ വലിയ പുസ്തകം, ഇതൊരു കനത്തിൽ ചെറിയ പുസ്തകമാണെങ്കിലും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ ആദ്യമായിട്ടാണ് നമ്മുടെ കൊട്ടാരമുട്ടിൽ കുടുംബയോഗത്തിന് മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത്. അച്ഛനെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹിക്കപ്പെടുന്നവരെ, മുഖങ്ങളില്ല, ആമുഖങ്ങളില്ല, പല സമയം കുറവാണ് എന്ന് പല ആവർത്തി കേട്ടു. സാധാരണ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ മൈക്ക് കിട്ടിയാൽ വിടുകയില്ല. കാരണം സുചിട്ട പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് റേഡിയോയിലും FM-ലും ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യം പറയണം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ അതൊന്നും പറയാനായിട്ട് സമയമില്ല. ഞാനിവിടെ ആയിരുന്നപ്പോൾ, ഇത്രയും നേരം ഇവിടെ ആയിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന് പോകണം എന്നാണ് വിചാരിച്ചത്. കാരണം എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല, എൻ്റെ തൊണ്ട അത്ര ശരിയല്ല, കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെയാണ്. മോനച്ചായനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. രാവിലെ മുതൽ അച്ചായൻ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചു. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. പ്രത്യേകമായിട്ട് ഈ ഒരു കുടുംബയോഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. പല ആവർത്തി കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുടുംബയോഗങ്ങളുണ്ട് എന്നും, ഇങ്ങനെയൊക്കെ കുടുംബങ്ങൾ ഒത്തുകൂടുന്ന ഒരു പതിവുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കണ്ട് ഇതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും കൊട്ര ആലമുട്ടിൽ കുടുംബയോഗത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങളുടെ പ്രയത്നങ്ങൾ 100-60 ഫലമുണ്ടാകുന്ന രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പൂർവികർ ഒരു ഓർമ്മയാണ് എന്ന് നമുക്കറിയാം. ജീവിതത്തിന്റെ ഇന്നലകളിൽ നന്മ കൊണ്ട്, സ്നേഹം കൊണ്ടൊക്കെ നമ്മളെ ചേർത്ത് നിർത്തിയ അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഈ റിപ്പോർട്ട് വായനയും ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും ഒക്കെ അതിന് നമ്മളെ കൂടുതൽ ഊർജം നൽകുന്നു. അപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ബില്ലി കിംഗ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ വ്യക്തി പറഞ്ഞത് പ്രകാരമാണ്, യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, tomorrow is a mystery, today is a gift, that's why it's called the present. ഇന്ന് എന്ന് പറയുന്നത് ഒരു സമ്മാനമാണ്. ഇന്ന് നമ്മൾ ജീവനോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം തന്ന എല്ലാ നന്മകളും ഓർത്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ അത് നന്മയായിട്ട് തീരാൻ നമ്മുടെ പരിശ്രമങ്ങൾ അതിന് കാരണമാകട്ടെ. ഞങ്ങളുടെ വന്നപ്പോൾ ഷീച്ചാൻ ആദ്യം വന്ന് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം തുടങ്ങിയത് ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ആ ഒരു പറഞ്ഞ സമയത്ത് പറഞ്ഞു, എന്നെ വളർത്തിയത് ഈ ഒരു കൂട്ടായ്മയാണ്, കുടുംബമാണ്. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ കൂട്ടായ്മ ഇനിയും വളരട്ടെ. ആരും അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ചെറുത് എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ കുടുംബയോഗത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ ഈ ഒരു കുടുംബയോഗത്തിലേക്ക് ക്ഷണിച്ച തോമസ് ചായൻ, മോനച്ചായൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദീന മറിയമ്മ പ്ലസ് ദീന മറിയം ബേബി. ശിനുവിന്റെ
ബഹുമാനപ്പെട്ട ആലമുട്ടൽ പുത്തൻ വീട്ടിൽ ജോയ് സാറിന്റെ കൊച്ചുമകനാണ് ഏഞ്ചൽ എസ് റജി. ആലുമുട്ടിൽ കുടുംബയോഗത്തിന്റെ ചുമതലക്കാരെ വന്നുകൂടിയ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം കുടുംബയോഗത്തിന്റെ പ്രവർത്തനങ്ങളെ ഇത്രമാത്രം അനുഗ്രഹിച്ച് നടത്തിയ ദൈവത്തിന് ആദ്യം നന്ദി അറിയിക്കുകയാണ്. ഭൗതികമായി ധാരാളം നേട്ടങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കുടുംബയോഗങ്ങളാണ്. അതൊക്കെ സമൃദ്ധിയിൽ നിന്ന് ദൈവം നമുക്ക് തന്ന സമൃദ്ധിയിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് സാധിച്ചെടുത്തത്. നല്ലവനായ ദൈവം അടുത്ത വർഷങ്ങളിൽ നമ്മളെല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കുടുംബയോഗത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും പ്രസ്ഥാനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടത് നാടിന് പ്രയോജനകരമായ രീതിയിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കുടുംബയോഗത്തിന്റെ പുതിയ ഭാരവാഹികൾ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ബോർഡ് എക്സാമിനേഷനൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കുവാൻ ധാരാളം അധ്യാപകരുള്ള ഒരു കുടുംബയോഗമാണ് നമ്മുടേത്. സർവീസിലുള്ളതും വിരമിച്ചതുമായ ധാരാളം അധ്യാപകർ നമ്മുടെ കുടുംബയോഗത്തിലുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്ത അധ്യാപകരൊക്കെ ധാരാളം കിട്ടും. 365 ദിവസം ട്യൂഷൻ സമ്പ്രദായം ഇല്ലെങ്കിൽ തന്നെയും ഈ ബോർഡ് എക്സാമിനേഷനൊക്കെ വരുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കാൻ, പരീക്ഷ വഴിയുള്ള കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന് ഈ പ്രസ്ഥാനം ഇത്രമാത്രം സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുവാൻ പുതിയ ചുമതലക്കാർ കഴിയട്ടെ. അതൊക്കെ സാധിച്ചെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമായി എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. ഈ കുടുംബയോഗത്തിന്റെ ഈ വാർഷികയോഗത്തിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും, എല്ലാ കുടുംബയോഗങ്ങളെയും ആശംസിച്ചും അനുഗ്രഹപ്രദമായ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഭവിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വികാരി സെന്റ് തോമസ് മാർത്തോമാ പ്രിയപ്പള്ളി ചരിത്രപുസ്തക പ്രകാശനം 2ാം ഭാഗത്തിന്റെ പ്രകാശനം നിർവഹിച്ച ഡോക്ടർ തോമസ് മുഹമ്മദ്, അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ജോബിൻ കാമിച്ചൻ പറഞ്ഞു, കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം അറിയിക്കുക. ഇന്നത്തെ യോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അനേകരാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അക്കാഡമിക്കലി ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ, കലാമേളയിൽ ഉന്നത സ്ഥാനം കിട്ടിയ കുഞ്ഞുങ്ങൾ, എല്ലാവരെയും നല്ലൊരു കൂടി സ്നേഹിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ യോഗം പരിപാടി പോസ്റ്റ് ചെയ്തവർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, സുദീർഘമായ ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം നമുക്കറിയാവുന്ന നമ്മുടെ തൊട്ടടുത്ത് ഒരു മരണം നടന്നു. അതിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സമയത്ത് ഞാൻ ഒരൊറ്റ വാദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എം ജോണച്ചൻ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, കുടുംബയോഗം കൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന ഒന്നായിരിക്കണം എന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എല്ലാവരെയും കണ്ടാൽ ഒന്ന് ചിരിക്കുന്ന, ഒരു സൗഹൃദം ചോദിക്കുന്ന ഒരു കൂട്ടായ്മയായി മാറണം. അത് നമ്മുടെ ദേശത്തിനൊരു മാതൃകയായി തീരണം. അല്ലാതെ പകയോ വിദ്വേഷമോ വെച്ച് മനസ്സിൽ ഈർഷ്യ വെച്ച് പുലർത്തുന്നതായിരിക്കരുത് കുടുംബയോഗം. എപ്പോഴും കണ്ട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും, ഓരോരുത്തരുടെ മനസ്സിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവർക്ക് അറിയില്ല. അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി
കുടുംബയോഗം തീരണം എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഭരണസമിതിയും തിരഞ്ഞെടുക്കപ്പെട്ടവരും എല്ലാ പ്രവർത്തകരും നല്ല ഒരു കൂട്ടായ്മയായി ക്രിസ്തീയ സാഹിത്യ മുഖാന്തരമായി തീരണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു മനമോടെ മഹിമകളോടെ വാഴ്ത്തിടാം. അറിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയാൽ മിഴി നിറയും അനുതാപം അറിയാതെ വഴിയുകയാൽ ആരഭയം മിഴിയുളകെ തെളിദീപം നീയൊഴികെ ആകുലമാമൊരു ഹൃദയവുമായി തിരയും ഞാൻ നിൻ വഴി പരിപാവനനാഥന തോന്നിയ പോലെ ഒരു മനമോടെ വെളിയേകാം കാൽവരിയോർമ്മയിലെറിയവനേന മഹിമകളോടെ വാഴ്ത്തിടാം. പെരുന്നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ആരോഗ്യ കുടുംബയോഗത്തിൻ്റെ 13ാമത് വാർഷികയോഗത്തിൽ ഈ വേദി അധ്യക്ഷനായിരിക്കുന്ന അഡ്വക്കേറ്റ് ഡോക്ടർ PG തോമസ്, ഈ വേദിയിലെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച റവറൻഡ് ഫാദർ എം ജോർജ്, അതുപോലെ തന്നെ പുസ്തകപ്രകാശനം നിർവഹിച്ച ഫാദർ തോംസൺ, അതുപോലെ തന്നെ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ച ഫാദർ ശോഭൻ രാമചന്ദ്രൻ അച്ഛനും ഈ അവസരത്തിൽ ഞാൻ അവരെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് അംഗം, ട്രസ്റ്റി, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾക്കും ഈ അവസരത്തിൽ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ കുടുംബയോഗത്തിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലൊരു കുടുംബയോഗം ഇവിടെ പടുത്തുയർത്തുവാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 13 വർഷം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് ഏകോചനമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമാണ് ഇതുപോലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഇവിടെ പടുത്തുയർത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകം വ്യക്തികളുണ്ട്. അവർ രാവും പകലും കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതുപോലൊരു കുടുംബയോഗത്തിൽ ഇരിക്കുന്നതും അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങൾ അവരിലൂടെ പുരോഹിതന്മാരിൽ കൂടി നമ്മൾക്ക് കിട്ടുന്നതും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്തെ പേജിൽ നിന്ന് നോക്കുമ്പോൾ മലങ്കര കത്തോലിക്ക സഭയുടെ അഭിവന്ദ്യ മെത്രാപ്പോലീത്ത ജോഷുമാർ ഇഗ്നാത്യൂസ് മെത്രാപ്പോലീത്തയുടെ ഒരു അനുഗ്രഹ പ്രഭാഷണം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുടുംബയോഗം എന്നെ സമീപിക്കുമ്പോൾ ഞാൻ ആദ്യമായി ഞങ്ങളുടെ ഇടവികാരി ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോയിട്ടുള്ള ബഹുമാനപ്പെട്ട ജോബിനച്ഛനെ സമീപിക്കുകയും അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും അപ്പോൾ തന്നെ ഈ ഇൻഫർമേഷൻ മെത്രാപ്പോലീത്തയുടെ സെക്രട്ടറിക്ക് പാസ് ഓവർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ മെത്രാപ്പോലീത്ത എന്ന് പറയുന്നത് കൊട്ടാരക്കര മണിവെട്ടി വീട്ടിലെ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിന് ഈ കുടുംബത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. ഈ ഡീറ്റെയിൽ എല്ലാം അദ്ദേഹം മേടിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അച്ഛൻ്റെ സെക്രട്ടറിക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇത് അയച്ചെന്ന ആളിനെ കോൺടാക്ട് ചെയ്യണം. ആ അച്ഛൻ എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടി ഇവിടുന്ന് കളക്ട് ചെയ്ത് അവിടെ അയച്ചു കൊടുക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് അതിനൊരു മെസ്സേജ് തയ്യാറാക്കി, നല്ലൊരു മെസ്സേജ് തയ്യാറാക്കി പിതാവ് ഇവിടെ അയച്ചു തരികയും ചെയ്തു. അത് ഈ കുടുംബയോഗത്തിൻ്റെ പുസ്തകത്തിലെ 2ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്
ഇവിടുന്ന് സഹായിച്ച എല്ലാ വ്യക്തികളെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. സഭകളെല്ലാം ഒരേ സഭ, മർത്തോമ സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും കത്തോലിക്ക സഭയായാലും സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗമാണ്. പല സഭകളിലായിട്ട് നിൽക്കുന്നെങ്കിലും ആശയം ഒന്നാണ്. നമ്മളെ വഴി നടത്തുന്നവനായ ക്രിസ്തു ഒരുവനേ ഉള്ളൂ. സഭകൾ പലതായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബയോഗത്തിൽ എനിക്കൊരു അവസരം തന്ന എല്ലാ വ്യക്തികളെയും എൻ്റെ ഭാരവാഹികളെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. അതോടൊപ്പം ഇവിടുന്ന് കടന്നു പോയിട്ടുള്ള പുരോഹിതന്മാരെയും ഞാൻ നന്ദിയോട് ഓർക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ഈ കുടുംബയോഗത്തിന് അർപ്പിക്കുകയാണ്. ഇത് വളർന്നു പന്തലിച്ച് വലിയൊരു കുടുംബമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ സാറിനെ അനുമോദിക്കുന്നത് ഇനിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പോയി. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് പോയത്. സാറ് ജെറുസലേം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെറുസലേം യൂണിവേഴ്സിറ്റി കൗൺസിലിംഗ് സൈക്കോളജിയിലെ PhD വിവരം നിങ്ങൾ പറഞ്ഞാണ്. നിങ്ങൾ അനുമോദിച്ചു കഴിഞ്ഞു. ഞാനത് ഓർക്കുകയാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമാണ് ഞാൻ ഇവിടെ മീറ്റിംഗ് ആദ്യം വന്നത്. അന്ന് ഈ മൂഫൊന്നും ഇത്രയില്ല, അത് പകുതി വരെ ആയിട്ടുള്ളൂ. തറയൊക്കെ പൊടി പറക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇത് വളരെ മെച്ചമാക്കി വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. അന്ന് സാറിന് LLB കിട്ടിയ LLB സാറിന് ഇപ്പോൾ PhD ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മളെ നയിക്കുന്നവരുടെ ക്വാളിറ്റീസ് ഒരു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പേ ഗമിക്കുന്ന ഗുരുവിൻ്റെ മുമ്പേ ഗമിക്കും ഗോക്കളെ. അപ്പോൾ മുമ്പേ പോകുന്നവർ മാതൃകയുള്ളവരാണെങ്കിൽ പിൻപേ പോകുന്നവരും ആ വഴിയിൽ തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട KG തോമസ് സാറിനെ നിങ്ങളെല്ലാവരും അനുമോദിച്ചു. വ്യക്തിപരമായി എൻ്റെ പേരിലും കുണ്ടറ റീജിയനിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും പേരിലുള്ള ഓരോ മഹാകുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേകമായ അനുമോദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ B. ജേക്കബ് സാറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണെന്ന് ചെറു ഓർമ്മയാണ്. സാറ് എനിക്ക് ജോലി വാങ്ങിച്ചു തന്ന സാറാണെന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. എനിക്ക് വേണ്ടി എൻ്റെ സ്കൂളിലെ മാനേജർക്ക് പോയത് ഞാനും ജേക്കബ് സാറാണ് ആദ്യത്തെ പ്രസംഗം. അപ്പോൾ സാറിനെ എനിക്ക് ഒരിക്കലും മറക്കും. പക്ഷേ ഇത് ഒരു രക്തത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വർഷങ്ങൾ കഴിഞ്ഞെന്ന് മാറുന്നില്ല. അതെല്ലാം ദൈവം പണ്ടേ കണ്ടതായിരിക്കും എന്ന് നമുക്ക് വിലയിരുത്തും. ജേക്കബ് സാർ നിങ്ങളുടെ നേതൃത്വത്തിലുള്ളത് വളരെ വളരെ സാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നേതൃപാഠവത്തിൽ വളരെ വളരെ വിവിധങ്ങളായ മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറിൻ്റെ പരിചയവും നമ്മളുടെ ഈ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. എനിക്ക് പ്രത്യേകമായി വലിയ കടപ്പാട് സാറുമായിട്ടുണ്ട്. വളരെ സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം വീട്ടിൽ പോയ ഇടവകയാണ്. അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നിർണ്ണയം അച്ഛൻ 10 മിനിറ്റ് വന്നാൽ മതി, എങ്കിൽ ഞാൻ 10:30 വരും, 11 വിട്ടേക്കും. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ ഞാൻ അവസരം വിട്ടുപോയത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരു 2-3 സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഈ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞതുപോലെ ഒത്തിരി പ്രശ്നങ്ങളിലാണ്. എനിക്ക് അന്ന് ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു 2 വർഷത്തിന് മുമ്പ് എനിക്ക് LLB ലഭിച്ചു. എന്നാൽ അതിനു മുൻപേ തുടങ്ങിയ ഒരു ടാസ്കാണിത്. 4.5 വർഷം കൊണ്ട് ഞാൻ ഈ PhDയുടെ പുറകിലാണ്. അപ്പൊ ഇത് പറ്റൂ എല്ലാം കൂടെ. എന്തായാലും ബഹുമാനപ്പെട്ട തോമസ് മെമ്പറും സെക്രട്ടറിയും റോയിയും അടുത്ത പ്രസിഡന്റും സെക്രട്ടറി ആണെന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തു. തോമസ് മെമ്പറും ഞാൻ ഇരിക്കുന്നില്ല, റോയിയും ഇരിക്കുന്നില്ല. അങ്ങനെ തോമസ് മെമ്പറിന്റെ ഒരു പ്രേരണയാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തത്. അത് ജീവിതത്തിൽ എനിക്ക് കുറവൊന്നും വന്നില്ല. ഈ നിങ്ങൾ കാണുന്ന ഈ ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ടും വ്യക്തിപരമായ നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ടുമാണ്. അത് ഞാനോ സെക്രട്ടറിയോ ഇതിനകത്തൊന്നും പോയില്ല. ചില മെസ്സേജുകളിടും, പിന്നെ അമേരിക്കയിൽ മറ്റു സ്ഥലത്തേക്ക് വിളിക്കും, അച്ഛൻ എന്തെങ്കിലും കൊടുക്കണം, എന്തോ കൊടുക്കണം, അച്ഛാ ഇത്ര കൊടുക്കണം എന്നൊക്കെ ചിലരോട് ഞാൻ പറയാറുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ കുടുംബയോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ ഇന്റർലോ. ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആദ്യം ചിന്തിച്ചു സുഖമായി, കാര്യം ഈ ഇതൊക്കെ റൂഫൊക്കെ ഇട്ട് ഇനി സുഖമായിട്ട് 1 വർഷം പ്രസിഡന്റായിട്ടിരിക്കാം. എന്നാൽ അതിനുശേഷം ഇതിന്റെ പെയിന്റിങ് വന്നു, ഈ മതിൽ ഉയർത്തിക്കെട്ടേണ്ടി വന്നു, പെയിന്റ് അടിക്കേണ്ടി വന്നു, ഇന്റർലോക്ക് ചെയ്യേണ്ടി വന്നു, ഫാൻ ഇടേണ്ടി വന്നു, വയറിങ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട പണിയെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ചുരുക്കം ചില
പണികളുണ്ട്. അത് ബഹുമാനപ്പെട്ട ജേക്കബ് സാർ അറിയാൻ ഞാൻ അങ്ങോട്ട് കിടക്കുന്നത്. എന്നാൽ ഇതിന് ഉപദേശങ്ങൾ തന്ന് സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഭൗതികമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുണ്ട്. അതിന് ചില ആളുകളുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന്, ഭൗതികമായിട്ട് ഇതിന്റെ പിന്നിൽ ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളുടെ എല്ലാം പിന്നിൽ സാമ്പത്തികത്തിന് പേര് ഭൗതികമായിട്ട് സഹായിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട ജേക്കബ് സാർ. അതുപോലെ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ രാജു, പിന്നീട് ഇതിന്റെ ട്രസ്റ്റിയായിട്ട് തുടരുന്ന ബീന, അതുകൂടാതെ നമുക്കറിയാം ഈ ബിൽസൺ, ദാസ് കുട്ര, അശോകൻ, ശ്രീ സുധാകരൻ, ഇവരൊക്കെ എപ്പോഴും ഇവിടെ വരികയും ഇതിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങോട്ട് കിടക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ജോലിക്കാർക്ക് ചായ ഉണ്ടായി കൊടുക്കുന്നത് ഒരു പൈസ അവർ മേടിക്കില്ല. ചായ ഉണ്ടായി കൊടുക്കുന്നതിന്. അതുപോലെ നടുക്കുന്നിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ജോൺസൺ, വേറെ ആരും സഹായിച്ചില്ല. ഇവരെല്ലാം ശാരീരികമായിട്ട് ഇതിൽ ഒത്തിരി പ്രയത്നങ്ങളുണ്ട്. എന്നെക്കാളും ഞാൻ പറഞ്ഞു, മെയിൻ വർക്ക് ഇന്റർലോക്ക് നടക്കുന്ന സമയത്ത് ഞാൻ USA-ലാണ്, ഇവിടെ ഇല്ല. ഏതാണ്ട് പണി ഫിനിഷാകുന്നത് ഞാൻ വന്നതിന് ശേഷം ഈ പോക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്റെ ഒരു അഭാവത്തിൽ അവർ എന്നേക്കാൾ ഉത്തരവാദിത്തമായിട്ട് ഇത് ചെയ്തു. അതിൽ പ്രത്യേകം അവരോട് നന്ദി പറയുന്നു. ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ ലഭിക്കുകയാണ്. ഇപ്പോ ഇതിനൊരു മറുപടി പ്രസംഗം പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഇന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭൗതിക നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. അതൊരു ആത്മീയ നേട്ടമല്ല. ഞാൻ പറഞ്ഞു, 4.5 വർഷം ഇതിന്റെ പിന്നിൽ ഞാൻ വളരെ എഫർട്ട് ചെയ്തു. നിങ്ങൾ ഒരു പക്ഷേ എന്റെ വീട്ടിൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം, 12:30-1 മണിയാകും ഞാൻ രാത്രി ഉറങ്ങാറില്ല. ഇതിന് ചില തീസിസുകളുണ്ട്, പ്രബന്ധങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കണം, എഴുതി കൊടുക്കണം. ആ സമയത്ത് എന്റെ ഗൈഡ് ഒരു ചെന്നൈക്കാരിയാണ്. നേരെ ഉണർച്ചെന്നെ വിട്ട് തിരിച്ചായി, ഇത് പോരാ, നിങ്ങൾ യു ആർ നോട്ട് അപ് ടു അവർ ലെവൽ, നിങ്ങൾ ഞങ്ങളുടെ ലെവലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവസാനമായിട്ട് എഴുതി, മാഡം, ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ മൈ PhD attempts because I am an old man. ഞാൻ 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഐ കാൺട്ട് വർക്ക് സെയിം ലൈക്ക് 18 years old youth. ഒരു 18 വയസ്സുള്ള അല്ലെങ്കിൽ 21 വയസ്സുള്ള ഒരു യൂത്തിനെ പോലെ എനിക്ക് എഴുതിത്തരാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അവര് സംഭവിച്ചു. അതിനുശേഷം അവർ എന്നെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് 61 വയസ്സുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടെ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തേക്കാം. അങ്ങനെ അവസാനം ഞാൻ ഇത് തീസിസ് ഫൈനാൻസ് സമർപ്പിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ എഫേർട്ട് കണക്കെടുത്ത് ഞാൻ യെരുശലേമിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഡിഗ്രി തരാം. അങ്ങനെ 4 വർഷം കൊണ്ട് ലഭിച്ച ഒരു വലിയ നിധിയാണ്. അപ്പൊ ഈ ഡോക്ടറേറ്റ് എനിക്ക് ലഭിച്ചെങ്കിലും ഇതിൽ 1-2 പേരോട് വളരെ കടപ്പാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ ബഹുമാനപ്പെട്ട തോമസ് ഉമ്മറാണ്. കാരണം 13 വർഷമായിട്ട് കൊട്ടരബാലന്റെ ക്രിസ്തു സ്നേഹാലയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കൗൺസിലറായിട്ട് ഞാൻ ജോലി. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കാര്യം ആ സ്ഥാപനം ഇന്ന് നടന്നു പോകണമെങ്കിൽ ഒരു കൗൺസിലറും വേണം, അവിടെ ശമ്പളം പറ്റുന്ന ഒരു സ്റ്റാഫ് വേണം. അപ്പൊ ഞാൻ ശമ്പളം പറ്റുന്ന ഒരു സ്റ്റാഫായിട്ട് എന്റെ പേര് ആ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾ എന്ത് നോക്കിയറിയാം, കൗൺസിലർ തോമസ് 25,000 രൂപ ശമ്പളം എനിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പൈസ വാങ്ങിച്ചില്ല, ഒരു പൈസ 13 വർഷം ഞാൻ വാങ്ങിച്ചില്ല. സ്ഥാപനം അവസാനം നിന്നു പോകുന്ന ഒരു സ്ഥിതിശേഷത്തിൽ കൗൺസിലർ ഇല്ലെങ്കിൽ ഈ സ്ഥാപനം പൂട്ടുന്ന സ്ഥിതിശേഷം വന്നപ്പോ ഞാൻ മെമ്പറെ ഞാനാകാം, മെമ്പറെ എനിക്ക് ലൈസൻസ് ഇല്ല, ചുമ്മാ ഒരു കൗൺസിലറായിട്ട് കയറിയിരിക്കുന്നത് എങ്ങനെയാ ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രൊഫസർ ജേക്കബ് സാറ് കൊട്ടാരക്കര കൗൺസിലിംഗിന്റെ കോഴ്സിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടാൽ പറഞ്ഞു, തോമസ് ഇവിടെ 1 year PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, നിങ്ങൾ BA കഴിഞ്ഞത്. ഞാൻ സാർ BA കഴിഞ്ഞാൽ ഞാൻ MA എക്കണോമിക്സ് കഴിഞ്ഞ ആളാണ്, എനിക്ക് സർവ. അങ്ങനെ ഞാൻ 1 വർഷം കൊണ്ട് അവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗിൽ എടുത്തു. അപ്പൊ എനിക്ക് ലൈസൻസ് ആയി. അപ്പൊ ആര് ചെക്കിങ്ങിന് വന്നാലും ഇയാളാണ് കൗൺസിലർ, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇത് പോരാ, അല്പം കൂടെ പഠിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഡോക്ടറേറ്റിന് ശ്രമിച്ചത്. അപ്പൊ ഞാൻ എനിക്ക് ലഭിച്ച ഈ ഡോക്ടറേറ്റ് പൂർണ്ണമായിട്ടും ബഹുമാനപ്പെട്ട തോമസ് മെമ്പറുടെ ആത്മാവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കാര്യം എന്റെ ഈ ഒരു ഉയർച്ചയെന്ന് ഞാൻ പറഞ്ഞ ഒരു ഭൗതിക നേട്ടമാണ്. അതിന്റെ പിന്നിലെല്ലാം ഒരു പ്രേരക ശക്തിയായിട്ടുണ്ട് തോമസ് മെമ്പറാണ്. അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അതിനുപരി എന്നെ പഠിപ്പിച്ച 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്ന നമ്മൾ സ്നേഹത്തോടെ ചാക്കോ സാർ എന്ന് വിളിക്കുന്ന ജേക്കബ് സാർ. കാര്യം സാറിനെ ഇപ്പോഴുണ്ട് ഞാൻ പഠിക്കാൻ അത്ര വിളിക്കുന്നത് പോലെ എപ്പോഴും ജേക്കബ് സാറിന്റെ ഇന്ന് അടി കൊള്ളുന്ന ഒരു കുട്ടിയാണ്. ഞാൻ അടി കൊണ്ട് മടുത്തിട്ട് ലാസ്റ്റിൽ ജേക്കബ് സാറിനോട് സാർ ആദ്യത്തെ പീരീഡ് മാത്തമാറ്റിക്സ് ആണ്. 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്.
അടിയെ പേടിഞ്ഞ സാറിനോട് സാറേ ഞാൻ എന്നും സാറിന് കമ്പുടുന്നുണ്ട്. അപ്പൊ സാറിന്റെ ഹോംവർക്ക് ചെയ്യാൻ അടി കിട്ടില്ല. അങ്ങനെ താഴെയൊക്കെ പോയി ഏതാണ്ട് ഹോംവർക്കിന്റെ സമയം കഴിയുമ്പോൾ കമ്പ് പിടിച്ച് സാറിലേക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു ആവറേജ് കുട്ടിയായിട്ട് പഠിച്ചു വന്ന ഞാൻ ഇനിയിപ്പോ ഒരു പഠനമില്ല. എന്റെ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നവർക്ക് അതിനകത്തൊരു പഠിത്തമില്ല, അപ്പുറത്തില്ല. ഡോക്ടറാണ് ആ വിഷയത്തിൽ. ഒരു MBBS ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നെങ്കിൽ ഞാൻ അക്ഷരങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കുട്ടികളുടെ കൗൺസിലിംഗ് ആണ്. ഈ കൗൺസിലിംഗിൽ ഒത്തിരി വിഭാഗമുണ്ട്. ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, ഡ്രഗ് അഡിക്റ്റ് ചെയ്യുന്നവരുടെ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കൗൺസിലിംഗ് നമുക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പിന്നെ നോക്കി കുട്ടികളുടെ സ്വഭാവ വൈകൃതത്തിലുണ്ടാകുന്ന അതിന് സജഷൻ നൽകുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ല, മരുന്ന് കൊടുക്കുന്നതല്ല. എന്നാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യം മാത്രമല്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം പറയുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവ വൈകല്യം നിങ്ങൾക്കറിയാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു. ആ മേടിച്ചു വെച്ച സാറിനോട് പരസ്യമായിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും. പ്രിൻസിപ്പലിനോട് പറഞ്ഞു, സാറേ അവനെ ഞാൻ കൊല്ലും, അപ്പം ഞാൻ പുറത്തിറങ്ങി അവനെ കൊല്ലും. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വരുന്നത്. എന്നിട്ട് അതിന് അടുത്ത ദിവസങ്ങളിലുള്ള പേപ്പർ നോക്കിയറിയാം, അമ്മയെ അടിച്ചു കൊല്ലുന്ന മകൻ, അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മകൻ, ഭാര്യയെ പ്രഷർ കുക്കറിൽ പുഴുങ്ങി എടുക്കുന്ന ഭർത്താവ്. ഈ ഒരു കാലഘട്ടത്തിൽ കൗൺസിലിംഗിനുള്ള പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഭൗതിക നേട്ടം ബഹുമാനപ്പെട്ട തോമസ് ഉമ്മറുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് മുൻപിലും എൻ്റെ ഗുരുനാഥനായിരുന്ന ബഹുമാനപ്പെട്ട നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്ന ചാക്കോ സാർ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ജേക്കോ സാറിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഓരോ പകലും ഓരോരോ ശ്വാസവും വിശ്വാസവും കരുണാമയനെ ഹൃദയനാഥ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ. ലോകയാത്രയിൽ വീഴ്ചകളിൽ തന്നോട് നീ തന്ന പരിഹാരവും ലോകയാത്രയിൽ വീഴ്ചകളിൽ തന്നോട് നീ തന്ന പരിഹാരവും അന്താവിനാമെന്നെ ചേർത്തവനെ ആശ്വാസം നീ തന്ന മുക്തിജീവൻ അന്താവിനാമെന്നെ ചേർത്തവനെ ഈ ജീവൻ നീ തന്നതാണെന്നെ. ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും വിശ്വാസവും കരുണാമയനെ ഉദയനാഥ ഈ ജീവൻ നീ തന്നതാണെന്നെ. ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പൊതുയോഗത്തിലേക്ക് സമർപ്പിക്കട്ടെ. പ്രസിഡന്റായി ശ്രീ ബി ജേക്കബ് ആൽമൂട്ടിൽ, സെക്രട്ടറി ശ്രീ PJ റോയ് പാലേക്കുന്നിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ PC ജെയിംസ് തെങ്ങുവിളയിൽ അനുഗ്രഹ, ട്രഷറർ ശ്രീ ജോൺ തോമസ് വടക്കേക്കര പുത്തൻവീട്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ബീന ബാബു കോടാട് ബംഗ്ലാവിൽ, ശ്രീ വൈ ജോൺസൺ കിഴക്കേവിള പുത്തൻവീട്, രക്ഷാധികാരികൾ ശ്രീ M ജോർജ് MG ഭവൻ, ശ്രീ B ജോർജ് ആൽമുട്ടൽ പുത്തൻവീട്, ശ്രീ G ജോർജ് കുട്ടി വാഴവിളവീട്, ശ്രീ P രാജു അനുഗ്രഹ, ശ്രീ K രാജു കോടാട്ട് തോട്ടത്തിൽ പുത്തൻവീട്, അഡ്വക്കേറ്റ് G തോമസ് പീസ് ഡേറ്റ്സ്. കമ്മിറ്റി അംഗങ്ങൾ ശ്രീ G ജോൺസൺ നരിമത്യ കരിക്കം, ശ്രീ PJ AV പാലേക്കുന്നിൽ കൃപാഭവൻ, ശ്രീ സുരേഷ് ജേക്കബ് പടിഞ്ഞാറവീട്, ശ്രീ G ജേക്കബ് കോടാട്ട് പൈകർവീട്, ശ്രീ O ബാബു പ്ലാച്ചിയിൽ വെൻസൻ ഭവൻ, ശ്രീ ബേബി നൈന ബേബി സദനം, ശ്രീ K ജേക്കബ് കർമ്മീൻ കോട്ടേജ് അടൂർ, ശ്രീമതി കുഞ്ഞമ്മ സാമ്പൽ കിഴക്കേവിടെ ട്രിവാൻഡ്രം, ശ്രീമതി മറിയാമ്മ CT പി സില്ല, ശ്രീമതി സുജാ ജോൺസൺ ഷൈൻ സ്റ്റാഫ് പാലേക്കുന്നിൽ,
ഡോക്ടർ ടി കെ മാത്യു പാംലാൻ തിരുവല്ല, ശ്രീ കെ ജോർജ് റോണിവില്ല തേവള്ളി, ശ്രീ കെ ജോൺ കുളക്കോട്ട് ചെറുവിള വീട്, ശ്രീമതി ആനി ജോസ് കളിയിൽ വീട്, ശ്രീ എം ബാബു കോടാട്ട് കിഴക്കേ കരപ്പുത്തൻ വീട്, ശ്രീ കെ രാജകുട്ടി തോട്ടത്തിൽ കരിക്കം, ശ്രീ ജേക്കബ് വർഗീസ് പുത്തൻപുരയിൽ ജേക്കബ് ഡെയിൽ, ശ്രീ ഷിജു കെ അലക്സ് ആൽമുട്ടിൽ വീട്, ഓഡിറ്റർ ജിജു ജേക്കബ് ജിജു ഭവൻ. എല്ലാം ചെലവഴിച്ച ഒരു വ്യക്തി, ആ വ്യക്തിത്വത്തിന്റെ അഭാവം ബഹുമാനപ്പെട്ട തോമസ് മെമ്പർ, പ്രിയപ്പെട്ട തോമസ് മെമ്പറുടെ അഭാവത്തിൽ, അദ്ദേഹത്തിന്റെ കുറവിൽ ആദ്യമായി ആചരിക്കുന്ന ഒരു വാർഷിക പൊതുയോഗമാണ് ഈ 13ാമത് വാർഷിക പൊതുയോഗം. ഇതിന്റെ ഈ കുടുംബയോഗത്തിന്റെ വസ്തു വാങ്ങിയ നാൾ മുതൽ ഈ കെട്ടിടവും ഇതിൽ കാണുന്ന ഭൗതിക സാഹചര്യങ്ങൾക്ക് എല്ലാം ഊണുമുറക്കുമെല്ലാം കഴിഞ്ഞ് അതെല്ലാം മാറ്റിവെച്ച് ഇതേപോലെ ഒരു കെട്ടിടമൊക്കെ ഇവിടെ സ്ഥാപിച്ചെടുത്ത ആ വ്യക്തി കഴിഞ്ഞ 3 വർഷക്കാലം, തൊട്ടുമ്പ് 3 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറി ആയിട്ട് ഇരിക്കുവാനൊക്കെ എനിക്കും അപൂർവമായ ഭാഗ്യമൊക്കെ ലഭിച്ചു. ഈ കെട്ടിടത്തിന്റെ ഈ ആംഗ്ലേറും ഷീറ്റും ഒക്കെ ബഹുമാനപ്പെട്ട ജേക്കബ് സാറൊക്കെ ഉൾപ്പെടെ കൊല്ലത്ത് ഒരു ഷെഡിൽ പോയി ഇതെല്ലാം വാങ്ങുമ്പോൾ തന്റെ ആരോഗ്യമെല്ലാം മറന്നുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. പാനി തിരിച്ചു വരുമ്പോൾ തോമസ് മെമ്പർ എന്നോട് വിളിക്കുന്നു, ഒരാൾ പോലും എന്റെ കൂടെ വരാനൊന്നും ആരും ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നു. ആരും ഇല്ലെങ്കിലും കൂടെ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിന്റെ ലക്ഷ്യമല്ലായിരുന്നു. ഏത് കാര്യം വിചാരിച്ചാൽ അത് സഫലീകരിക്കണം, അത് വിജയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത ബഹുമാനപ്പെട്ട സൈറ്റാൻ തോമസ് മെമ്പറുടെ ആ സ്മരണയ്ക്ക് മുന്നിൽ 1000 തീർത്താൽ തീരാത്ത ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയതമ ബഹുമാനപ്പെട്ട സാലി തോമസ്, സാലിമാമയും ഇവിടെ ഉണ്ട്. എല്ലാവിധമായ 1000 നമസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുള്ളത് ഞാൻ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൃതജ്ഞതയിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PG തോമസ് സാർ, അദ്ദേഹം ആദ്യം LLB നേടി നമ്മുടെ കുടുംബയോഗത്തിന്റെ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അതുപോലെ തന്നെ മറ്റു ഭാരവാഹിത്വങ്ങളെല്ലാം ഏൽക്കുന്ന സമയത്താണ് അദ്ദേഹം അഡ്വക്കേറ്റ് പദവി ലഭ്യമാകുന്നത്. ഇപ്പോഴ് ആലമുട്ടിൽ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ജെറുസലേം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൗൺസിലിംഗിൽ ഡോക്ടറേറ്റും നേടിയിരിക്കുന്നു. അത് നമ്മുടെ കുടുംബയോഗത്തിനും ആലമുട്ടിൽ കുടുംബയോഗത്തിനും നമ്മുടെ പ്രസിഡന്റ് അവര് അഡ്വക്കേറ്റ് ഡോക്ടർ എന്നൊരു പദവിയിലേക്ക് 2 പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുടുംബയോഗത്തിനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട PG തോമസ് സാറിനെ, അഡ്വക്കേറ്റ് ഡോക്ടർ PG തോമസിനെ ഈ കുടുംബയോഗത്തിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്.
ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച കോയപ്പള്ളി സെന്റ് തോമസ് ഇടവ വികാരി ഡോക്ടർ എം ജോൺസൺ അച്ഛൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പോയി. തികഞ്ഞ ഒരു വാഗ്മിയും അതേപോലെ തന്നെ ഗായകനുമായിരുന്നു. അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ജോബിൻ കാമച്ചമ്പറമ്പിൽ അച്ഛൻ വെളിയം സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ചർച്ച് വികാരി ആയിരിക്കുന്ന റവറൻഡ് ഫാദർ ജോബിൻ കാമച്ചമ്പറമ്പിൽ അച്ഛൻ അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണവും അതേപോലെ തന്നെ അവാർഡനവും നടത്തി അച്ഛനോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ തോമസൺ ഗേസൺ മുളകോട്ടിൽ അച്ഛൻ പകരമറ്റം കുണ്ട്ര ശാഖയുടെ റീജിയണൽ ചെയർമാനായിരിക്കുന്ന അച്ഛൻ നമ്മുടെ ചരിത്ര പുസ്തകം 2ാം ഭാഗം അതിന്റെ ചരിത്ര നിമിഷം അന്വർത്ഥമാക്കി. ബഹുമാനപ്പെട്ട അച്ഛൻ 2ാമത്തെ തവണയാണ് നമ്മുടെ കുടുംബയോഗത്തില് മുഖ്യ അതിഥിയായി എത്തുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് കടന്നു വന്നതിനുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് കുടുംബയോഗത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. നമ്മുടെ പുസ്തക പ്രകാശനം ഇന്ന് അതിന്റെ ചരിത്ര പുസ്തകത്തിന്റെ 2ാം ഭാഗം പ്രകാശനം ചെയ്തു.